എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പാള പ്ലേറ്റിനെ കുറിച്ചിട്ടാണ്. പ്രിയം പാള പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സംരംഭം. അവിടെ മറ്റുള്ളത് ചെറിയ ചെറിയ സംരംഭങ്ങളാണ് ഞാൻ വീഡിയോ അധികം ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പാള പ്ലേറ്റ്സ് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ അടുത്തുള്ള ഒരു പാള പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു ആളുടെ വീഡിയോ ആണ്. സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സംരംഭത്തിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ മെഷീൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ചെറിയൊരു വഴിയുണ്ട്. ഇതൊക്കെ ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ് ഈ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാളകൾ. ഇതാണ് യൂണിറ്റ് പ്ലേറ്റ്. ഇവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൽ ചെറിയ മെഷീൻസൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുതലാളി എവിടെയുണ്ട്, ബാക്കി കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ഓണേഴ്സ്. അപ്പോൾ ചേച്ചിയാണ്, അല്ല നിങ്ങളല്ല നടത്തുന്നത് മെയിനായിട്ട്. പിന്നെ അവരെ ഭർത്താവ്. നിങ്ങളുടെ പേരെന്താ? പ്രിയ. പ്രകാശൻ. അപ്പോൾ ഇവർ രണ്ടാൾ കൂടിയിട്ടാണ് ഈ ഒരു സംരംഭം നടത്തുന്നത്. അപ്പം ഈ സംരംഭത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചേക്കാം. തുടങ്ങിയിട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം തുടങ്ങിയാണ്. ഏപ്രിലിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അങ്ങനെ ഡെയിലി ഇപ്പോൾ എത്ര യൂണിറ്റ് അടിക്കലിന് അങ്ങനെ കണക്കുണ്ടോ? ഡെയിലി വലിയ പ്ലേറ്റ് 700, മറ്റേത് 300 ലിറ്റർ. വലിയ ബിരിയാണിയെല്ലാം കഴിക്കാൻ പറ്റുന്ന പ്ലേറ്റ് 700, ചെറിയ പ്ലേറ്റ് 300. ഈ കാണുന്ന മെഷീൻ തന്നെയല്ലേ? നിങ്ങൾക്ക് സെയിൽസ് ഇപ്പം പ്രാദേശികമായിട്ടാണ് പോകുന്നത്, ലോക്കലായിട്ട്. പിന്നെ കല്യാണങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും. പിന്നെ കടകൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽ കിട്ടുന്നില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോ മെറ്റീരിയൽ സുലഭമായി കിട്ടുമ്പം നമ്മൾ കടകളിൽ സപ്ലൈ ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചേച്ചി ഇതങ്ങനെ തുടങ്ങാനുള്ള ഒരു കാരണം എന്താണ്? അതായത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? നമ്മളൊരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ച് കുറേ ഇങ്ങനെ ഒന്ന് അന്വേഷിച്ചു. അന്നേരം അതായത് തന്നെ തോന്നിയത് ഇന്നോടെ നമുക്ക് പാളയം കൊണ്ട് എന്തെങ്കിലും ആക്കാൻ പറ്റൂലേ നോക്കി. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കണ്ടു. അപ്പോൾ എന്തായാലും ഒരു നല്ല എങ്ങനെയായാലും പാളയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അത് വേസ്റ്റായി പോകുന്നൊരു സാധനമല്ലേ. മറ്റിൽ വന്നാൽ ഇത് പറമ്പുകളിൽ കടന്നാൽ കൊതുകുണ്ടാക്കി. അപ്പോൾ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവുന്നതാണ്. നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ മനസ്സിൽ വന്നേരം നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം കണ്ടു. അതിനുശേഷം പഞ്ചായത്തിൽ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഈ വ്യവസായത്തിൻ്റെ അവരുണ്ടല്ലോ, ഇന്റേൺസ് അവരായിട്ട് അന്വേഷണം നടത്തി. പിന്നെ അവരത് പിന്നെ അതിൻ്റെ എല്ലാ സപ്പോർട്ടും തന്ന് ഉള്ള ബാക്കിയില്ല അതിൻ്റെ ലോണിലെല്ലാം ആക്കി. ഏത് ലോണിലാണ് ഇത് ആക്കിയത്? മെഷീൻ PMEG തന്നെ. ടോട്ടൽ എത്ര കോസ്റ്റ് ഉണ്ടാവും? 6.25. മെഷീനറി ബിൽഡിംഗ് എല്ലാം അടക്കം 6.25. ബിൽഡിംഗ് എന്താ ഇത്? ബിൽഡിംഗ് ഇത് നമ്മൾ ഈ റൂഫിംഗ് ആക്കിയതല്ലേ? ആക്കിയതാണ്. അത് മൊത്തത്തിലാണ് 6.20. നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും ഇത് വർക്ക് രണ്ട് ആൾക്കാരുണ്ട് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേര് നമ്മളെ വീട്ടുകാര്യത്തിൽ നമ്മളെ ബന്ധുക്കളും കൂടെയാണ്. ഇതിൻ്റെ മൈനായ പ്രശ്നം റോ മെറ്റീരിയലാണ്. ഇതിൻ്റെ നമ്മളെ നാട്ടിൽ നിന്ന് റോ മെറ്റീരിയൽ കിട്ടുന്നില്ല. കാരണം ആരും ഇനി മെനക്കെടുന്നില്ല ഈ സംഗതി. ഇതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടണല്ലേ? നല്ല വൃത്തിയിലെ പാളിയും വലിയ പാളിയും കിട്ടണം. ഇതിപ്പോൾ പുറത്തുനിന്ന് എടുത്തല്ലേ? ഇത് നമ്മൾ കർണാടകത്തിൽ നിന്ന് പുത്തൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ വലിയ കോസ്റ്റിലാവുന്നുണ്ട്. കാരണം വെച്ചാൽ 4 ഉറുപ്പിയും പൈസ നോക്കും ഒരു പാളയുടെ മുകളിൽ. ഇതിനുള്ള ഈ ഒരു പീസിനാ? ഈ ഒരു പീസ് ഒരു പാളക്ക്. അത് ചെറിയ പാളയും ഉണ്ടാവും, വലിയ പാളയും ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഒരു ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഈ ഒരു പീസ് എത്ര പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്? വലിയ പാളയാണെങ്കിൽ 2 ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഒരെണ്ണേ ഉള്ളൂ അല്ലേ? ചെറുതോ? ഒരെണ്ണേ ആവുള്ളൂ. ഒരു വലുതോ ഒരു ചെറുതോ? ഒരു വലുത് ചെറുതോ. ഇത് മൊത്തം കഴുകണം അല്ലേ? അപ്പൊ വാഷിങ്ങിന് വേറെ മെഷീൻസ്? ഇത് വെള്ളം ഇങ്ങനെ ചേഞ്ച് ചെയ്യുമല്ലോ? വെള്ളം വൈകുന്നേരം ആകുമ്പോൾ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത ദിവസം ആദ്യം കയറ്റും.
അപ്പൊ ഇതൊക്കെ കഴുകി ഉണക്കി വെച്ചതല്ലേ? ഇത് കഴുകിയിട്ട് നമ്മൾ ഒരു ശരിക്കും ഒരു ഫ്ലെക്സിബിൾ ആണ്, എന്നാലേ നമുക്കത് അതിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. ആ ശരിക്കൊരു ഫുള്ള് വലിയാൻ പാടില്ല, കഴുകി കുറച്ച് വെള്ളം ഉണ്ടാവണം, കുറച്ചൊരു പാടണം. അത് അടിക്കുമ്പോൾ എന്നാൽ ആ ഷേപ്പ് നമുക്ക് വരുന്നത്. ഷേപ്പ് ശരിക്കും കിട്ടണമെങ്കിൽ കുറച്ച് കഴുകാൻ എന്തെങ്കിലും ഇല്ല, കമ്പസ് വെച്ചില്ല, വെള്ളത്തിലിട്ട് നമ്മളെ ബ്രഷ് ഇട്ടിട്ട് കഴുകലാണ്. ബ്രഷ് ഇട്ട് കുറച്ച് നല്ല വൃത്തി, അത് നല്ല വെള്ളം തന്നെ ആയിരിക്കണം. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ തന്നെ കഴുകണം. ഇതിൽ അങ്ങനെ ഫംഗസ് അങ്ങനത്തെ വരുന്ന പ്രശ്നമുണ്ടോ? ഫംഗസിന്റെ പ്രശ്നമൊന്നുമില്ല. ഈ കരിമ്പനടിക്കുന്ന ഒരു പ്രശ്നമില്ല, കറുപ്പ് കാണില്ലേ, അത് വെള്ളം നനഞ്ഞിട്ടേ ഇങ്ങനെ ഉണ്ടാവുന്നില്ല. അത് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റില്ല. അല്ലാതെ ക്ലീൻ ആക്കാം, നല്ല ഭാഗം മാത്രം അടിക്കും, ബാക്കി വേസ്റ്റ് കളയും. അല്ല പിന്നെ അത് ഈ ഇതുപോലെ ആയത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഉപേക്ഷിക്കാൻ നടക്കുള്ളൂ. നല്ല വെള്ളം കിട്ടണം അല്ലേ? നല്ല വെള്ളം, പ്യൂർ വെള്ളം. അപ്പൊ നിങ്ങൾക്ക് അത് നഷ്ടമായില്ലേ? അത് നഷ്ടത്തിലാവും. അത് നമ്മളെ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അതേ രക്ഷയുള്ളൂ. വേറെ ഇവിടെ നിന്ന് പാള കിട്ടാനുള്ള സമയമായിട്ടില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലേ പ്രാദേശികമായിട്ട് കിട്ടുള്ളൂ, പ്രാദേശികം നമ്മൾ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഏതൊരു സംരംഭം തുടങ്ങാൻ പണിയില്ല, അതിന്റെ ഉൽപാദനവും അതിന്റെ വിപണനവും ഏറ്റവും വലിയ പ്രശ്നം. സെയിൽസ് അല്ലേ? സെയിൽസ്. ഇതിപ്പോ ഈ 3 അച്ചുകളായിക്കൂലെ ഇത്? നമുക്ക് മാറ്റാൻ പറ്റുമോ? അത് മാറ്റാൻ പറ്റും. ഇത് വേറൊരു അച്ചും കൂടി ഉണ്ട്, നമ്മൾ ഒരു 8 ഇഞ്ചിന്റെ അച്ചുണ്ട്, അത് മാറ്റി വെച്ചാണ്. നമ്മളൊരു ബോക്സ് ടൈപ്പിലെല്ലാം കാണുന്നില്ല, അപ്പൊ അതിന് വേറെ ആക്കണ്ടല്ലേ? അത് വേറെ നമുക്ക് ഇത് മാറ്റി വെക്കാൻ പറ്റും. ഈ സ്ക്രൂ അയച്ചിട്ട് ഇത് ഇവിടുന്ന് അയച്ച് ഇത് ഇവിടുന്ന് അയച്ച് മാറ്റിയാൽ അങ്ങനെ ഫുള്ള് മാറ്റിയെടുക്കാം. ഇത് മൊത്തത്തിൽ അയച്ചിടണം. അപ്പൊ അതിന് നല്ല കോസ്റ്റ് വരുന്നുണ്ടോ? ഇതിന് ഒരു ഇഞ്ചിനാണ് പൈസ. ഒരു ഇഞ്ചിന് 1500 റുപ്യാണ്. ഒരു ഇഞ്ചിന്റെ ഇടയ്ക്ക് 1500 റുപ്യ. ഇതിപ്പം 6 ഇഞ്ചാണ്, അപ്പോൾ 9000 റുപ്യ വരും ഈ സാധനത്തിന്. അത് 10 ഇഞ്ചാണ്. ഇതിന് 9000 വരും. ഇത് മാത്രം ഒരു ഇഞ്ചിന് 1500 റുപ്യ, 5 GST വരും. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് സൈസ് വേണം മാറ്റിയിടാം, നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും മാറ്റിയിടാം. ഇത് ഇവിടെ അപ്പോൾ ഈ നമ്മൾ ഇതിനകത്ത് കോയമ്പത്തൂരാണ്. അല്ല, അപ്പോൾ ഇത് സെപ്പറേറ്റ് വാങ്ങിക്കുന്നതായിരിക്കും? ആ സെപ്പറേറ്റ് കൊണ്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ വരുമ്പോൾ മിഷീനെ കൊണ്ടാണ് ഇത് സെപ്പറേറ്റ് അവരോട് ഓർഡർ ചെയ്യണം. അവർ ഓർഡർ ചെയ്യണം. ഇത്ര ഇഞ്ച് വേണമെന്നാൽ അവർ ഓർഡർ ചെയ്താൽ അവർ സാധനം തരും. ഇത് ഈ പാള എടുത്തിട്ട് അതൊന്ന് ചെയ്ത് കാണിക്കുക. കട്ട് ചെയ്യണം അതിൽ ഇപ്പം ചെറിയ പ്ലേറ്റിലാണ് ഇതാക്കുന്നത്. കട്ട് ചെയ്യണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി അല്ലേ? അവിടുന്ന് ഓട്ടോമാറ്റിക് കട്ടാവും. ഓട്ടോമാറ്റിക്. ഇപ്പം എത്ര സമയം ഇങ്ങനെ വെക്കേണ്ടത്? ഇത് വെച്ച് അതെടുത്ത് ഇവിടെ എത്തുമ്പോഴേക്ക് ഇത് റെഡിയാവും. ഓരോന്നോരോന്നായിട്ട് 1 by 1 ആയിട്ട് എടുക്കുമ്പോൾ ഇപ്പുറ സൈഡ് തരാം, പിന്നെ വീണ്ടും അപ്പുറ സൈഡിലേക്ക് പോകാൻ പറ്റും. ഇതിൽ നിന്ന് എടുത്ത് തണിച്ചായിട്ട് അത് സൈഡ് അത് ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ആക്കും. പേപ്പർ ഇട്ടിട്ട് തുടച്ചെടുത്ത് ക്ലിയർ ആക്കും. പിന്നീട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല ക്ലിയറാണ്. 90 ഡിഗ്രി ചൂടായിട്ട് അത് ഉണ്ടാവുന്നു. മണിക്കൂർ മുമ്പേ മെഷീൻ മൊത്തത്തിൽ ഓണാക്കി വെക്കണം. എന്നാലും നമുക്ക് ഫുൾ ഹീറ്റായാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. സെറ്റിങ്സ് ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നത്, നേരത്തെ താഴെ ബട്ടൺസ് അല്ല, അതെല്ലാം വരുമ്പോൾ വന്നതിന് ശേഷം സെറ്റാക്കേണ്ടത്. അവർ ഇത്രയും ഇത് മാത്രം വരും, ബാക്കിയെല്ലാം നമ്മളിവിടെ വന്ന് സെറ്റാക്കും. ഇത് കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നല്ലേ? കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് അമർത്തുമ്പം അത് പൊന്തി വരും. അപ്പുറ സൈഡ് അമർത്തുമ്പോൾ താവ് വരും. അങ്ങനെ രണ്ട് ഇതുപോലെ ഗിയറെല്ലാം പോലെ. ഒരു സൈഡിൽ ചവിട്ടുമ്പോൾ അത് താണു വരും, മറ്റേത് പൊങ്ങും അല്ലേ? ഇപ്പം പുതിയ പല മോഡൽ വന്നിട്ടുണ്ട്. താഴെ മാത്രം പെടലില്ലത്, കാല് പൊക്കി വെക്കാതെ മിഷീനിൽ മാറി വരുന്നുണ്ട്. ഈ ആക്കിയ പ്ലേറ്റുകൾ അത് ഉള്ളിലുണ്ട്. ഇതിനിപ്പോൾ ഇതിലെന്തെങ്കിലും ഇതൊന്നുമില്ല, നല്ല ക്ലിയർ ആയി പ്ലാസ്റ്റിക് കോട്ടയിൽ കെട്ടി വെക്കും, എയർ അടിക്കാതെ കാണും. ഇതിലിപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല, ഇതിലൊന്നുമില്ല. ആ സൈഡ് ക്ലിയർ ആക്കിയിട്ട് കൊട്ടയിലിട്ട് കെട്ടി വെക്കും. അപ്പോൾ ഈ സൈഡ് കട്ടായി പോയത് വേസ്റ്റായി പോകുന്നത്? അത് വേസ്റ്റ്. ഇതല്ലേ ഇങ്ങനെ കട്ടാവുന്നത് ഒഴിവാക്കോ? തീരെ മോശമില്ലാതെ ഒഴിവാകും, ഷേപ്പില്ലാതെ. ഇതൊക്കെ നല്ല ഫിനിഷ് ആയിട്ട് വന്നല്ലേ? ഇതിനിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 3.5 റുപ്യ. 3.5 രൂപ ബിരിയാണി കഴിക്കുന്നത്. അത് ഹോൾസെയിൽ കുറഞ്ഞിട്ട് ഇനി അല്ല, ഹോൾസെയിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കാൻ 1000-1500 പ്ലേറ്റ് ഒരാൾ ഈ കല്യാണത്തിന് ആവശ്യം കൊണ്ടുവരുള്ളൂ. അപ്പോൾ 3.5 റുപ്യ നമ്മൾ അതിന് 1.5 രൂപ.
ഇതിന് 1.5 അല്ലേ? 1.5 രൂപ. ചെറിയ പ്ലേറ്റ്. അതിൻ്റെ വേറെ ടൈപ്പും കൂടി ഉണ്ട്, അതിന് 2 രൂപയാണ്. ഇവിടെ ഉണ്ടോ? അത് ഉള്ളിലുണ്ട്, അത് അടിച്ചു വെച്ച്. ഇപ്പോൾ ആ മെഷീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ മെഷീൻ ഉണ്ടോ? ഇത് മാറ്റി വെച്ചില്ല, ഇല്ല അച്ഛൻ മാറ്റി. അച്ഛൻ മാറ്റി വെച്ചല്ലേ? ഇത് വെച്ചത് സ്റ്റോക്ക് ചെയ്ത് പാള സ്റ്റോക്ക് ചെയ്ത്. ഇതെങ്ങനെ ഒരു ലോഡായിട്ട് വരുന്ന? അത് നമ്മുടെ ലോഡായിട്ട് നമ്മൾ തന്നെ വണ്ടിയുണ്ട്, നിങ്ങൾ തന്നെ കൊണ്ടുവരുന്നു? നമ്മൾ തന്നെ പോയി കൊണ്ടുവരണം, പുത്തൂർ പോയിട്ട്. അപ്പോൾ ഇതിങ്ങനെ എത്ര കാലം അങ്ങനെ വെക്കാൻ പറ്റും? മഴ നനയാതെ അടിക്കാൻ നിൽക്കുന്നതെങ്കിൽ 6-7 മാസത്തെ ഒരു പ്രശ്നമില്ല. ഇങ്ങനെ തന്നെ വെക്കാം അല്ലേ? തന്നെ വെക്കാം. വെള്ളം നനഞ്ഞാൽ അത് കരിമ്പടിച്ചു പോയാൽ ഉപയോഗിക്കാൻ പറ്റില്ല, അത് നശിച്ചു നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലോക്കലിൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറേശ്ശെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാള ഇവിടെ കൊണ്ട് തന്നാൽ നമ്മൾ 2 രൂപ എടുക്കലുണ്ട്, അവിടെ പോയി എടുക്കാൻ 1.5 രൂപ എടുക്കും. അടുത്തുള്ള പ്രദേശമാണ് അത് അവർ ഇങ്ങോട്ട് കൊണ്ടു തന്നാൽ 2 രൂപ. 2 രൂപ ഉണ്ട്. നമ്മൾ എടുക്കണം 1.5. നല്ല വളമായിരിക്കണം, ചെറിയ വള. എനിക്കൊന്ന് ഈ അത്യാവശ്യം ഇപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് പാളയുടെ ഏരിയ നമ്മളെ ഏരിയ ഭാഗത്ത് എല്ലാം നല്ല കഴുകുകളും ഉണ്ട്. പക്ഷെ ആദ്യം ഇതിനെപ്പറ്റി ബോധവന്മാരായിട്ട്, അതാ അതിൻ്റെ പ്രശ്നം. ഉപയോഗിക്കണമെങ്കിലേ വീണ്ടും ആ പഴയ കാല പാളിയിലാവുന്നില്ലൊരു ചിന്താഗതിയിലേക്കാണ് മനുഷ്യന്മാർ. അതിലേക്ക് കഴിക്കാൻ അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്കും അതിലൊരു ഇതാ വന്നു കഴിഞ്ഞാൽ നല്ലോണം ചിലവാകും. അതുകൊണ്ട് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനം വന്നില്ലേ, മറ്റേ പേപ്പർ പ്ലേറ്റോ പേപ്പർ വാഴയിലോ ഉപയോഗിക്കാൻ പാടില്ല. ആ ഒരു ഇതും കൂടി ഇല്ലോണ്ട് ചിലപ്പോൾ ഒരു മാറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല. അല്ല ഇപ്പം അത്യാവശ്യം പോകുന്നുണ്ട്. പോവുന്നുണ്ട്. ആ ഓഫ് സീസണിൽ ഉണ്ടാവില്ല. ഓഫ് സീസൺ മഴക്കാലത്ത് നമ്മൾ അടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. നേരത്തെ അടിച്ചു വെക്കും. തുടർച്ചയായി പണി നടക്കും. അത് കിട്ടാതിലൊരു പ്രശ്നമില്ല. പാള കിട്ടാൻ റോ മെറ്റീരിയൽ കിട്ടാതിൽ ഒറ്റ പ്രശ്നമില്ല. ഇത് വീട്ടിൽ നിന്ന് ഇത് നമ്മളെ വീട്ടിൽ തന്നെ, നമ്മുടെ സ്വന്തം തന്നെ. ഈ പ്ലേറ്റിൻ്റെ സ്റ്റോക്ക് ചെയ്തത് വീടിൻ്റെ ഉള്ളിലാണ്, വീടിനുള്ളിൽ റൂമിലാണ് മൊത്തം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ പ്ലാസ്റ്റിക് കൊട്ടയിൽ കെട്ടിയിട്ട് വെച്ചല്ലേ? അല്ലാതെ എയർ കയറിയാൽ പേടിയാവും. ഈ റൂമിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എത്ര പ്ലേറ്റ് ഉണ്ട് ടോട്ടൽ ഈ സ്റ്റോക്ക് ചെയ്ത് വെച്ചത്? ഇത് 8000 പ്ലേറ്റ് ചെറുത്. ഇത് മാത്രം? 8 ഇഞ്ച്. ഇത് മാത്രമല്ലേ? ആ വലുത് 3000. ഇത് 10-12,000 പ്ലേറ്റ് ഉണ്ട്. ചെറുതെല്ലാം കൂടി 12,000. ഇപ്പം ഇതിങ്ങനെ ഓർഡർ അനുസരിച്ചിട്ട് ഇവിടെ നിന്ന് കൊടുക്കും. അൾസ ഇല്ലേ, അൾസക്ക് വേണ്ടി കല്യാണത്തിൻ്റെ. മറ്റ് ചെറിയ ചായ കൊടുക്കാൻ, ചായക്ക് ടീ കേക്കിടാനുള്ള ബെസ്റ്റ് സെയിലാവുന്നുണ്ട്. ഇത് ചെറുത് സെയിലാവൽ കുറവാണ്. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം. അത് ഭയങ്കര ആയിട്ടില്ല. ഇനി എത്ര? 2 രൂപ അല്ലേ? ഇല്ല, 1.5. 2.5 രൂപ അത്. ഈ സൈസ്. ഇത് റീയൂസ് ചെയ്യാൻ പറ്റും? അതായത് റീയൂസ് ചെയ്യാൻ പറ്റില്ല, 1 യൂസ് മാത്രം. ഒരിക്കൽ ഉപയോഗിച്ചിട്ട് കളയണം. നല്ലോണം പോകുന്നുണ്ട്. വലിയ പ്ലേറ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട്. വലിയ പ്ലേറ്റ് പോകുന്നുണ്ടല്ലേ? ഇപ്പൊ ഈ ചെറുത് ബാക്കിയാവുന്ന അതിന് അടിക്കുന്നതായിരിക്കും അല്ലേ? കളയണ്ടല്ലോ. അപ്പൊ ഇത് നമ്മൾ അടിക്കുന്നുണ്ടായി. പക്ഷെ ഈ സംഭവം നമുക്ക് ചെലവാതുകൊണ്ടാണ് ഊരി വെച്ചിട്ട്. ഇതിന് നമ്മളെ ബീച്ച് മറ്റുള്ള സാധനം കഴിക്കാൻ പറ്റുന്ന സാധനം അവിടെ ഇനി സെയിലാവോ നോക്കണം. ഇപ്പം ബീച്ചുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ പ്ലേറ്റാണ്, മറ്റേ പേപ്പർ പ്ലേറ്റ്. റെയിൽവേ സ്റ്റേഷനിലും ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൻ്റെ വിവരങ്ങൾ എന്തായാലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളെ ഇതിൻ്റെ സംരംഭകർ. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. അപ്പോൾ ചെറിയ സംരംഭമാണ്, തുടങ്ങിയിട്ട് 6 മാസമല്ലേ? 8 മാസമായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും കാണാൻ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ശരി.